നമസ്കാരം. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡിന്റെ പലിശരഹിത കാലയളവ്. അടിയന്തര ഘട്ടങ്ങളിൽ വലിയ സഹായമാണെങ്കിലും പലപ്പോഴും എങ്ങനെ മികച്ച രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെന്ന് അറിയാത്തത് വലിയ ബാധ്യത വരുത്തിവെക്കാറുണ്ട്. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് കാർഡിന്റെ പലിശരഹിത കാലയളവാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു നിശ്ചിത തുക വരെ ഒരാൾക്ക് പ്രതിമാസം ഉപയോഗിക്കാനാകും. ക്രെഡിറ്റ് കാർഡുകൾക്ക് സാധാരണയായി ഒരു ഗ്രേസ് പീരിയഡ് ഉണ്ട്. ഇത് പലിശരഹിത കാലയളവ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരാളുടെ ക്രെഡിറ്റ് പരിധിക്കപ്പുറം ചിലവഴിക്കുകയും നിശ്ചിത തീയതിക്കകം മിനിമം ബാലൻസ് അടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ലേറ്റ് പേയ്മെന്റ് ചാർജുകൾ ഈടാക്കാറുണ്ട്. മൊത്ത കുടിശ്ശിക അടിസ്ഥാനമാക്കിയാണ് ലേറ്റ് പേയ്മെന്റ് ഫീസ് ഈടാക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 2000 മൊത്തം കുടിശ്ശിക ഉണ്ടെങ്കിൽ 100 രൂപ ലേറ്റ് ഫീ ആയി ചാർജ് ചെയ്യും. എന്നാൽ 25,000 രൂപ വരെയുള്ള കുടിശ്ശികയ്ക്ക് 1000 രൂപ വരെ ലേറ്റ് ഫീ ചുമത്താം. അതുകൊണ്ട് തന്നെ നിശ്ചിത തീയതിക്കകം ഏറ്റവും മിനിമം ബാലൻസ് എങ്കിലും അടച്ചാൽ ലേറ്റ് ഫീ ഒഴിവാക്കാം. അതേസമയം അടയ്ക്കാത്ത ബാലൻസ് തുകയ്ക്ക് ഫിനാൻസ് ചാർജുകൾ ബാധകമായിരിക്കും. മൊത്തം കുടിശ്ശികയിൽ മിനിമം തുക അടച്ചാൽ മതിയെന്നാണ് മിക്ക കാർഡ് ഉടമകളും കരുതുന്നത്. എന്നാൽ നിങ്ങൾ മൊത്തം കുടിശ്ശികയേക്കാൾ കുറഞ്ഞ തുക അടയ്ക്കുമ്പോൾ പലിശ ഈടാക്കുന്നതിനെ പറ്റി പലരും ചിന്തിക്കാറില്ല. 20% മുതൽ 44% വരെ കാർഡ് അനുസരിച്ച് പലിശ അല്ലെങ്കിൽ ഫിനാൻസ് ചാർജ് ഈടാക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡുകളുടെ മികച്ച ഉപയോഗം ഉറപ്പാക്കാൻ ഉപയോക്താക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നിശ്ചിത തീയതിക്കകം തിരിച്ചടയ്ക്കാൻ കഴിയുന്നത്ര തുക മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം. മിനിമം തുക മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക പൂർണ്ണമായും നിശ്ചിത തീയതിക്ക് മുമ്പ് തന്നെ അടച്ചു തീർക്കണം. കുടിശ്ശിക തുക കൂടുതലാണെങ്കിൽ അത് EMI-കളാക്കി മാറ്റി മാസങ്ങൾക്കുള്ളിൽ അടച്ചു തീർക്കാം. പണം പിൻവലിക്കാനായി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. കാരണം പണം പിൻവലിക്കുന്നതിന് പലിശരഹിത കാലയളവ് ബാധകമല്ല. ലഭ്യമായ മുഴുവൻ ക്രെഡിറ്റ് ലിമിറ്റും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ഭാവിയിൽ ക്രെഡിറ്റ് നേടുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഏവരും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായുള്ള ഷോപ്പിംഗിന്റെ തിരക്കിലാണ്. വസ്ത്രങ്ങളും കേക്കുകളും സമ്മാനങ്ങളും ഒക്കെയായി വലിയൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയാകും എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസാവസാനം കൂടിയായതോടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും നമുക്ക് ചുറ്റുമുണ്ടാകും. അതുകൊണ്ട് പലരും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചായിരിക്കും ഷോപ്പിങ്ങുകൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അവസാനം നമുക്ക് തന്നെ പണിയായി വരാനുള്ള സാധ്യതയുമുണ്ട്. ഷോപ്പിങ്ങിന് വേണ്ടി ചിലവാക്കുന്ന തുക നേരത്തെ തന്നെ കണക്കാക്കാൻ ശ്രദ്ധിക്കണം. യാത്ര, പാർട്ടികൾ, ഗിഫ്റ്റ് തുടങ്ങിയവയുടെ ലിസ്റ്റും തയ്യാറാക്കണം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ നേരത്തെ തന്നെ അടയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാതെ നിൽക്കുന്നത് നമുക്ക് തന്നെ ബാധ്യതയായി മാറിയേക്കാം.